നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കണ്ണമ്മൂല വാർഡിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ മാധ്യമപ്രവർത്തകനായിരുന്നു, പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പൊന്നും വിലയുള്ള കൗൺസിലറാണ്. കാരണം തിരുവനന്തപുരം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ രാധാകൃഷ്ണന്റെ വോട്ട് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ചേട്ടാ നമസ്തേ. നമസ്കാരം. പൊന്നും വിലയുള്ള ഒരു കൗൺസിലറാണ് ഇപ്പോൾ. സ്വർണത്തിന് പവന് 1,00,000 രൂപയാണ്. അപ്പൊ അതിലും വലിയ വിലയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുമ്പോട്ടുള്ള പോക്ക്? എന്താണ്, എന്തെങ്കിലും തീരുമാനത്തിലെത്തിയോ? ഇല്ലില്ല, ഞാൻ ഇന്നലെ നേരത്തെ നിങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്നലെ ഞങ്ങളൊരു 100-300 ആളുകളുടെ ഒരു മീറ്റിംഗ്, എനിക്കൊരു സ്വീകരണ പരിപാടി എന്നുള്ള രൂപത്തിലാണ് സംഘടിപ്പിച്ചതെങ്കിലും അവിടെ ആളുകളുമായിട്ട് ചർച്ച ചെയ്തത് ഭാവി എന്താവണം എന്നുള്ളത് സംബന്ധിച്ചാണ്. ഈ നാളെ ഒരു മീറ്റിംഗ്, നിർണായകമായ ഒരു യോഗം നാളെ വൈകിട്ട് 5:30 വിളിച്ചിട്ടുണ്ട്. ഒരു 100-500 ആളുകൾ ഉണ്ടാവും. ഒരു വാർഡിൽ ജയിച്ചു കഴിഞ്ഞാലും ഇത്ര യോഗങ്ങൾ കൂടുന്നത് ആദ്യമായിരിക്കും. ഇലക്ഷന് മുമ്പേ തന്നെ നല്ല നമ്പർ ആളുകൾ പങ്കെടുത്തുള്ള റോഡ് ഷോ അടക്കം നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെ കുറേ സാധാരണ മനുഷ്യരുടെ ഒപ്പം കൂടി, അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അധ്യാപകർ തുടങ്ങിയ സ്കൂൾ പ്രിൻസിപ്പൽമാർ, അങ്ങനെ കുറേ ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കാൻ എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2-3 സാധ്യതകളുണ്ട്. എന്നെ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാം. ഇങ്ങനെ ആ സാധ്യതകൾ ഇപ്പോഴും നിൽക്കുകയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വാർഡിൻ്റെ സമഗ്രമായ വികസനം. അപ്പോൾ എനിക്ക് ഒരു 5 വർഷത്തെ ഒറ്റ ചാൻസാണുള്ളത്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി പ്രൊമോഷൻ കിട്ടിയ നാളെ സെക്രട്ടറി ഒന്നും ആവുന്ന ആളൊന്നുമല്ല. അപ്പം എൻ്റെ വാർഡിലെ ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മറന്ന്, എല്ലാ മുന്നണികളെയും മറന്ന് എനിക്ക് വോട്ട് ചെയ്തത് തിരിച്ചു കൊടുക്കണമെങ്കിൽ നന്നായി പ്രവർത്തിക്കണം. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു കൗൺസിലർ എന്ന് ആളുകൾ പറഞ്ഞാൽ അത് തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വികസന പത്രിക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വികസന പത്രിക അക്കമിട്ട് നിരത്തുന്ന കുറേയേറെ കാര്യങ്ങൾ. തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരുപാട് അവഗണിക്കപ്പെട്ട ഒരു വാർഡാണ്. ഒരു വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിലൊരു വലിയ മേന്മ, ഒരു മെച്ചപ്പെടുത്തലുണ്ടാവണം. അങ്ങനെ നാടിൻ്റെ വികസനം, നാട്ടുകാരുടെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾ, ഇതിൽ ആരാണോ എന്നെ തുണയ്ക്കാമെന്ന് തയ്യാറായി വരുന്ന ഏത് മുന്നണിയാണോ അവരെ പിന്തുണയ്ക്കും. ഈ പാർട്ടിയായിട്ടും മുന്നണിയായിട്ടും മാത്രമല്ല ഞാൻ കാണുന്നത്. ഞാൻ ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ തന്നെ മറ്റ് കൗൺസിലർമാർ എനിക്ക് 50 പേരുടെ പിന്തുണ തന്നാൽ അത് ഏതെങ്കിലും പാർട്ടിയും മുന്നണിയും തന്നു എന്നല്ല. ഈ ജയിച്ച ജനസമ്മതിയുള്ള 100 കൗൺസിലർമാരിൽ 50 പേര് എന്നെ പിന്തുണച്ചു. അങ്ങനെ എനിക്ക് കാണാമല്ലോ. അപ്പോൾ അത് വരട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഈ വികസന പത്രികയുടെ അന്തിമ രൂപം ഇന്ന് രാത്രിയോടെ ആവും, ഇന്നോ നാളെയോ പൂർത്തിയാവും. അടുത്തൊരു ദിവസം കൊണ്ട് തന്നെ തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഈ പാറ്റൂരിലെ വികസനം, തിരുവനന്തപുരത്ത് തന്നെ മുഴുവൻ വികസനം, ഇപ്പൊ സ്മാർട്ട് സിറ്റി ഒക്കെ വന്നിട്ട് പോലും പൂർണ്ണമായിട്ടില്ല. അതിൽ ചില അഴിമതികളൊക്കെ ഉണ്ടായി, എനിക്ക് തോന്നുന്നു അഴിമതികളൊക്കെ ഉണ്ടായി, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പാറ്റൂരിൽ എന്തൊക്കെയായിരിക്കും ബേസിക് പ്രശ്നങ്ങൾ? പാറ്റൂരിലല്ല, കണ്ണമ്മൂല വാർഡിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ണമ്മൂല വാർഡിൽ വെള്ളക്കെട്ട് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ 2 പ്രധാനപ്പെട്ട നഗരത്തിലെ അഴുക്ക് ചാലുകൾ, അഴുക്ക് തോടുകൾ, വലിയ തോടുകൾ ഒഴുകുന്നത് കണ്ണമ്മൂലയുടെ ഹൃദയത്തിലൂടെയാണ്. സ്ലാബിട്ട് മൂടേണ്ട തോടുകളുണ്ട്. ചെറിയ ചെറിയ കനാലുകൾ, ചാലുകളൊക്കെ സ്ലാബില്ലാതെ മുടിയില്ലാതെ കിടക്കുന്നത് ആകെ വൃത്തിഹീനമാണ്. വേസ്റ്റ് നിർമ്മാർജ്ജനം ഫലപ്രദമായി നടക്കുന്നതേയില്ല. മാലിന്യം ഒഴുകി നടക്കുകയാണ്. മാലിന്യം വെള്ളം കൂടെ നിറഞ്ഞാൽ ഒഴുകി നടക്കുന്ന അവസ്ഥയാണ്. അതുപോലെ കണ്ണമ്മൂലയിൽ വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, കുറേയേറെ ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പാറ്റൂരിലെ വാഴപ്പണ, വലിയ വാഴപ്പണ എന്ന് പറയുന്ന സ്ഥലം, പുത്തമ്പാലം തുടങ്ങിയ പ്രദേശങ്ങൾ, അയ്യങ്കാളി റോഡിനോട് ചേർന്നുള്ള പ്രദേശം, ഇവിടെയെല്ലാം ഒരു വലിയ വർഷങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ പരിശ്രമ ഫലമായി ആളുകൾ ബഹളമുണ്ടാക്കി ഒടുവിൽ വീടുകൾ വെച്ചു കൊടുത്തു. ആ വീടുകൾ തന്നെ 2 കുടുസുമുറികൾ മാത്രമുള്ള, അതുപോലെ 2ാമത്തെ നിലയിലേക്ക് കയറണമെങ്കിൽ കിഴ്ക്കാൻ തൂക്കായ വടം കെട്ടി കയറേണ്ട സാഹചര്യമുള്ള പടിക്കെട്ടുകൾ. ഞാനൊക്കെ വോട്ട് ചോദിക്കാൻ കയറുമ്പോൾ തന്നെ വലിയ പ്രയാസം അനുഭവിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു മനുഷ്യ ജീവിതമാണോ എന്ന് തോന്നിപ്പിക്കുന്ന, സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ്. സിവറേജ് സിസ്റ്റം നേരെയില്ല, വെള്ളം നേരെ ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും നന്നായി ആദ്യം ചെയ്യേണ്ട, പ്രഥമ പരിഗണന നൽകേണ്ടത് ഈ വീടുകൾ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. ഒരു വലിയ തുക വേണ്ടി വരുമെങ്കിൽ പോലും ഈ വീടുകൾ പുനർനിർമ്മിച്ച് ഈ ആളുകളെ, ഈ ആലംബഹീനരായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥ, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഗുരുതരമായ പ്രശ്നമാണ്. പലയിടത്തും കുടിവെള്ളം നേരാവണ്ണം ലഭിക്കുന്നില്ല. രാത്രി 1 മണിക്ക് 2 മണിക്കുമൊക്കെ കുറച്ച് വെള്ളം കിട്ടുന്നത് മാത്രമാണ് ആകെയുള്ള ആശ്രയം. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണണം.
ഞാൻ അവതരിപ്പിക്കുന്ന വികസന പത്രികയിൽ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് പ്രഥമമായ പരിഗണന. ഈ വികസന പത്രിക ഏതെങ്കിലും രാഷ്ട്രീയക്കാരുമായി ഇതുവരെ നിലവിൽ ചർച്ച ചെയ്തില്ല? ഇല്ല, നാളെ കഴിഞ്ഞ് പൂർത്തിയായാലും ഇവർക്കെല്ലാം അത് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് വായിച്ച് ഇത് ചെയ്യാം, ഇനി ഈ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു 80%, 80% ചെയ്യാമെന്ന് ഉറപ്പ് തന്നാൽ അങ്ങനെയുള്ള ഒരു കൂട്ടരെ പിന്തുണയ്ക്കുന്നതിന് ഞാൻ എന്തിനും മടിക്കണം? തീർച്ചയായും വികസനം തന്നെയാണ് ലക്ഷ്യം, സംശയമൊന്നുമില്ല. എങ്ങനെയാണ് ഈ ഒരുപാട് ശത്രുക്കളുള്ള ഒരാളാണ് എന്നെനിക്ക് മനസ്സിലാവും, പിന്നെ എങ്ങനെയാണ് ഒരു ഇലക്ഷന് മത്സരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, ഒരിടത്തും കീഴടങ്ങില്ല. കീഴടങ്ങാത്തതുകൊണ്ടാണല്ലോ ശത്രുത കൂടുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ആ പ്രതിസന്ധി ഏറ്റവും അവസാനമായി നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇനിഷ്യലായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുർഗതിയാണ് എനിക്കുള്ളത്. എം രാധാകൃഷ്ണൻ എന്ന് ഉപയോഗിക്കാൻ കഴിയില്ല, പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് സംഭവിച്ചെന്ന് അറിയാമല്ലോ. എൻ്റെ സ്ഥലത്തിൻ്റെ നാമമാണ് പാറ്റൂർ, അത് അന്യം നിൽക്കേണ്ടതൊന്നും അല്ല, എന്നോട് ചേർത്ത് വയ്ക്കേണ്ടത് തന്നെ. പക്ഷേ എം എന്നുള്ള എൻ്റെ അച്ഛൻ മാധവൻ നായരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഉപയോഗിക്കാൻ എനിക്കിപ്പോൾ കഴിഞ്ഞില്ല. അപ്പോൾ അത് അപരന്മാരെ നിർത്തുന്നതിൽ വരെ ചെന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ വാർഡിലും സമീപ വാർഡുകളിലുമുള്ള ഒരുപാട് ഒരു ഉപജാപക സംഘം, അവർ റിയൽ എസ്റ്റേറ്റ്, മറ്റ് ബിസിനസ്സുകൾ, മണ്ണ്, ഇങ്ങനെ തുടങ്ങിയ കുംഭകോണങ്ങളുടെ നടത്തി ഒരു പണിയും പ്രത്യേകിച്ചില്ലാതെ കോടീശ്വരന്മാരായ ചില ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടുകെട്ട്, അതിനെതിരെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പോരാട്ടം. അത് ഒരു 25 കൊല്ലം മുമ്പേ ഞാനൊരു പക്ഷേ ഒരു വാർഡ് കൗൺസിലറൊക്കെയായി വരേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് മുതൽ അത് തകർത്ത് കൊണ്ടുപോയ കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇവിടെ പ്രസ് ക്ലബ്ബായി. പ്രസ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. മാധ്യമപ്രവർത്തകരുടെ വെൽഫെയറിന് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഈ വാർഡിൽ മത്സരിച്ചിട്ട് ഈ വാർഡിൻ്റെ വികസന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഈ മുന്നണികളെ തറപറ്റിച്ച് വിജയിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ ആളുകളുമായി ചേർന്ന്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ പോലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. സാധാരണ ആളുകൾ മാത്രമല്ല, വിവിധ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരു കൂട്ടം ആളുകളെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നതാണ്. അങ്ങനെ അല്ലാത്ത കുറേയേറെ ആളുകളുമായി നേരത്തെ തന്നെ നടത്തിക്കൊണ്ട്, കോവിഡ് കാലത്തുള്ള പ്രവർത്തനം, അതിനു മുമ്പ്, അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയാത്ത കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യം ആളുകൾക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ധൈര്യമായി മത്സരിക്കൂ, ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയും, ഞാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. തീർച്ചയായും എല്ലാ മുന്നണികളെയും തറപറ്റിച്ചുകൊണ്ട് അവിടെ ആ വാർഡിൽ ഒരു ജനപ്രതിനിധി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ വിജയം തന്നെയാണ്. വിജയിക്കുമെന്ന പ്രതീക്ഷ ഉറപ്പായും ഉണ്ടായിരുന്നു ആദ്യം മത്സരിക്കുമ്പോൾ? ഇടയ്ക്ക് ചില പ്രതിസന്ധികളുണ്ടായി. എന്നെ ആക്രമിച്ചു. അപ്പൊ എനിക്കൊരു ആവേശം വരുന്നത്, എന്നെ ആക്രമിക്കാൻ ഞാൻ ഒളിച്ച് കിടന്ന് നടക്കുന്ന ആളെന്നല്ല, എന്നെ ആക്രമിക്കാൻ പരസ്യമായി തന്നെ, അല്ലെങ്കിൽ രഹസ്യമായി എന്നെ ആക്രമിക്കാൻ ഒരുപാട് വഴികളുണ്ടല്ലോ. കാരണം ഞാൻ ഒളിച്ചിരിക്കുന്ന ഒരാളല്ല, എല്ലായിടത്തും രാവും പോലും ഞാൻ. പക്ഷെ പരസ്യമായി തല്ലുക എന്ന് പറയുന്നത് വാർത്ത വന്നു എന്നുള്ളതിന്റെ പേരിലാണ്. യൂട്യൂബുകളിലും ഓൺലൈനിലും നിങ്ങൾക്കറിയാമല്ലോ എത്രയോ വാർത്തകൾ വരുന്നു, ഏതെല്ലാം സ്ഥാനാർത്ഥികൾക്കെതിരെ വരുന്നു. ഇവിടെ എൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയുടെ വാർഡിൽ, ഞാൻ അയാളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായ പേര് പോലും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ഒരു മഹാനായ മനുഷ്യൻ, ഒരു മഹാനായ സ്ഥാനാർത്ഥിയുടെ ഒരു പുണ്യപ്രവൃത്തിയാണ് എൻ്റെ പെടലിക്ക് അടിക്കുക എന്നുള്ളത്. അപ്പോൾ അയാളുടെ അച്ഛനും മകളും മാറി മാറി മത്സരിക്കുന്നു എന്ന് ഏതോ യൂട്യൂബർ പറഞ്ഞു. അപ്പോൾ അത് രാധാകൃഷ്ണനൊക്കെ കൂടെ പ്രസ് ക്ലബ്ബിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത്തരം വാർത്തകൾ എന്ന് പറഞ്ഞാൽ, എന്നെ കണ്ടപ്പോൾ തന്നെ 10-200 ആളുകളോടൊപ്പം നിന്ന ആൾ പൂച്ച എലിയെ പിടിക്കുന്ന ചാടി വീണ് കഴുത്തിന് പിടിക്കുകയാണ്. അയാൾ കൈതട്ടി മാറ്റുമ്പോൾ പുറകെ നിന്ന് അടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു, അടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നു. അതിപ്പോൾ മ്യൂസിയം SHO അങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ പേരിൽ നോട്ടീസ് കൈപ്പറ്റണം, നിങ്ങളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇതെന്ത് നീതിന്യായ സംവിധാനമാണ് ഈ രാജ്യത്ത്? ഈ ജനാധിപത്യം പൂത്തുലഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ പേരിൽ ഇപ്പോഴും എൻ്റെ പേരിൽ FIR ഇട്ട് വെച്ചിരിക്കുകയാണ്, ഞാൻ അടിച്ചു. അതായത് 10-200 പേരോടൊപ്പം നിൽക്കുന്ന ഒരാളിനെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുമായി ചെല്ലുന്നു, വലിയൊരു മഹാനായ നേതാവിനെ അങ്ങോട്ട് പടപെടാൻ. CPM-ന്റെ രീതിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇന്ത്യ ഒട്ടാകെ കണ്ട, ലോകം മൊത്തം കണ്ടതാണ് ഡ്രൈവറിനെ, KSRTC ഡ്രൈവറിനെ തടഞ്ഞിട്ടേക്കുന്ന മേയറുടെ ഭർത്താവിനും. പക്ഷെ 2 പേർക്കും എതിരെ കേസില്ല, 2 പേരും പ്രതിപട്ടിയിലില്ല. അല്ല, ഇവിടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇതിനോട്, ഈ ബാബു എന്ന് പറയുന്ന ആൾ തല്ലിയതിനോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നോട് പല ആളുകളും പറഞ്ഞത് മഹാമോശമായി പോയി എന്നാണ്. അപ്പൊ അതിനോട്, ആ പ്രവൃത്തിയോട്, മറ്റേ കാര്യങ്ങൾ വേറെ, ഇതിനോടൊന്നും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വളരെ മോശം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ഹുങ്ക് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ അതിജീവിച്ചു. അത് കഴിഞ്ഞ് സ്വതന്ത്രന്മാർ, ഇപ്പോൾ മുന്നണി സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം പാർട്ടികൾ പരസ്പരം അപരന്മാരെ നിർത്താറുണ്ട് കേരളത്തിലെമ്പാടും. ഇവിടെ കണ്ണമൂല വാർഡിലെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ആരുടെയും പേര് ഈശ്വരപ്രസാദ് എന്നല്ല, എങ്കിൽ അപൂർവമായ പേര് വേറെ ഇല്ല.
സാധാരണ പേരുകാരാണ്, കോമൺ നെയിം. അവർക്കൊന്നും അപരനില്ല. എനിക്ക് ഒരു അപരനല്ല, 4 രാധാകൃഷ്ണന്മാരാണ്. 4 രാധാകൃഷ്ണന്മാർ. അപ്പോൾ എന്നെ തല്ലുമ്പോൾ കരുതിയത്, പരസ്യമായി തല്ലുമ്പോൾ ആദ്യത്തെ പ്രാഥമിക ഘട്ടത്തിൽ ആദ്യ റൗണ്ടിൽ ഞാൻ നേടിയ മുന്നേറ്റം ഇല്ലാതാക്കാം, സെക്കൻഡ് റൗണ്ടിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ ചിതറിപ്പോവും, അവർ പിന്നാക്കം പോകുന്നതാണ്. പിന്നാക്കം പോയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വന്നതാണ് വിജയത്തിൻ്റെ ഒരു കാരണം. റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വിജയിച്ചു കഴിഞ്ഞാൽ ഇടേണ്ട പാട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതാണ് നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം. നന്ദി നന്ദി നാടിന് നന്ദി എന്ന് തുടങ്ങുന്ന വരികളുള്ള പാട്ട് തലേന്ന് റെക്കോർഡ് ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ആ കാര്യത്തിലൊരു ഭയങ്കരമായ ആത്മവിശ്വാസം, ഞാൻ ജയിക്കും. കാരണം ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു ഫീൽ അതാണ്. റെക്കോർഡ് ചെയ്യൂ, പൈസ ചിലവാകുന്ന പോട്ടെ, റെക്കോർഡ് ചെയ്യൂ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ കൂടെയുള്ളവർക്ക് എനിക്ക് ആ കാര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇറക്കി പാട്ട്. ഇലക്ഷൻ അന്ന് ജയിച്ച റിസൾട്ട് വന്ന അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ ഒരു കാൽനട ജാഥ, വലിയൊരു പ്രകടനം പോയപ്പോൾ ഈ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പാറ്റൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട്, കണ്ണമൂലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? മത്സരിച്ചിട്ടൊക്കെ വിജയമാണ്. അല്ലല്ല, ഞാനിപ്പോൾ മത്സരിച്ചത് പ്രസ് ക്ലബിലാണ്. പ്രസ് ക്ലബിൽ സെക്രട്ടറിയായും പ്രസിഡന്റായും ആദ്യ തവണ. പലരും തകർക്കാൻ ശ്രമിച്ചു. ഉണ്ട്. വലിയ പരിശ്രമം, വലിയ ഗൂഢാലോചന ഒക്കെ നടത്തിയ ആളുകളുണ്ടല്ലോ, അറിയാമല്ലോ. 2018 ആദ്യം മത്സരിക്കുമ്പോൾ 8 വോട്ടിന് മാത്രം ജയിച്ചു ഞാൻ. പിന്നെ അവസാനം മത്സരിക്കുമ്പോൾ ജയിക്കുന്നത് 158 വോട്ടിനാണ്. എന്ന് മാത്രമല്ല, ഞാൻ മാറിക്കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് ശ്രീ PR പ്രവീൺ അടക്കമുള്ളവർ മത്സരിക്കുന്ന പാനൽ, ശ്രീകേഷും PR പ്രവീണും ഉള്ള പാനലിന് 340 വോട്ടിൻ്റെ ഭൂരിപക്ഷം, വോട്ടല്ല ഭൂരിപക്ഷം, എതിരാളിയൊക്കെ 60 വോട്ടും ഇവർക്ക് 400 വോട്ടും, അങ്ങനെ കിട്ടുന്ന വലിയ ഭൂരിപക്ഷത്തോടെ ഞാൻ ഉൾപ്പെടുന്ന പാനൽ വിജയിച്ചു. അപ്പോൾ അത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വിവരവും ബോധ്യവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ആണ് മാധ്യമപ്രവർത്തകർ. അവരെ എല്ലാം വിലയിരുത്തുന്നവരാണ്. അവരെങ്ങനെ വിജയിപ്പിച്ചുവെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അതിനെതിരായി പറയുന്ന ഒരു ടൂൾ കിറ്റ് സംഘം പോലെ 8-10 പേരെയൊന്നും പരിപൂർണമായ ആളുകൾ അവഗണിച്ചു, പരമപുച്ഛത്തോടെ. ഇപ്പോൾ ഇവിടെ എന്നെ ഈ പ്രസ് ക്ലബിലെ ആക്ടിവിറ്റീസിനിടയ്ക്ക് എനിക്കെതിരെ ഉണ്ടായ കേസുകളെയൊക്കെ വീഡിയോ എടുത്തൊക്കെ അവിടെ പ്രചരിപ്പിച്ചല്ലോ ഈ കണ്ണമൂല വാർഡിൽ. എന്ത് സംഭവിച്ചു? ആരും, എല്ലാവരും ഇത് അവഗണിച്ചു. ഇതൊക്കെ ഒരു കുബുദ്ധികളുടെ പ്രചാരവേല, അങ്ങനെ അങ്ങ് കെട്ടടങ്ങിയതാണ്. അതൊന്നും അതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ, തീർന്നില്ലല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം അതിലൊന്നും കാര്യമില്ല. ഈ ചോദിച്ചു വന്നത് അസംബ്ലി ഇലക്ഷൻ, അതൊന്നും അല്ല എൻ്റെ മുമ്പിലുള്ള വിഷയം. ഞാനൊരു പരിമിതമായ ഒരു വാർഡിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അതിനപ്പുറത്തൊക്കെ ഒരു ലോകത്തൊന്നും ഞാൻ, പ്രസ് ക്ലബ്ബ് വേറൊന്നാണ്, അത് ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു മേഖല. അത് വെച്ചുകൊണ്ട് കുറേ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ, അല്ലെങ്കിൽ നഗരത്തിൻ്റെ ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ സ്കൂൾ കിറ്റുകൾ കൊടുക്കുക, അത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോഴൊന്നും കണ്ണമൂല വാർഡ് മാത്രമല്ല, മറ്റു പല വാർഡുകൾ, ഈ പറഞ്ഞ വഞ്ചിയൂർ വാർഡ്, തമ്പാനൂർ വാർഡ് അടക്കം ഉള്ള സ്ഥലങ്ങളിൽ സ്കൂൾ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ക്ലബിനെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ മനുഷ്യന് എന്തെങ്കിലും ഗുണം കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള ആക്ടിവിറ്റീസിനും ഏർപ്പെട്ടത്. ഏതായാലും നാളെയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരായിരിക്കണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് രാധാകൃഷ്ണൻ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.